കോഴിക്കോട് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടമുണ്ടാവുകയാണ്. മുക്കം വഴി നിലമ്പൂരിലേക്ക് പോയിരുന്ന ബുറാഖ് ബസ്സിന്റെ പിന്നിൽ നിന്ന് വന്നിരുന്ന PTC ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോയി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൊഴി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു സംഭവം. മുന്നിൽ പോയിരുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബുറാഖ് ബസ്സിന്റെ സൈഡ് ഗ്ലാസിനും ബോഡിക്കും കേടുപാട് പറ്റി. മനഃപൂർവ്വം ബസ് ഇടിപ്പിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാരുടെ ആരോപണം. മുക്കം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ചേരുന്നു. അനീഷ്, ഈ കാണുന്ന അപകട ദൃശ്യങ്ങൾ ബോധപൂർവമായി ഉണ്ടാക്കിയെന്ന ആക്ഷേപമാണോ ഉയരുന്നത്? അങ്ങനെയെങ്കിൽ അത് ഇടവെച്ചത് എന്താണ്? ബസ്സുകളുടെ മത്സരയോട്ടം തന്നെയാണോ കാരണം? സജിത്ത്, കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ പതിവായി തന്നെ കാണുന്ന ഒരു ദൃശ്യമാണിത്. പലപ്പോഴും മത്സര ഓട്ടത്തെ തുടർന്ന് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുകയും അല്ലെങ്കിൽ ജീവനക്കാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്ന ആ കാലം. ഇതിനിടയിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഈ ദൃശ്യങ്ങൾ മുക്കം വഴി നിലമ്പൂരിലേക്ക് പോകുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം അഗസ്ത്യമൊഴി സിവിൽ സ്റ്റേഷന്റെ സമീപമാണ് രാവിലെ 11:40 കൂടി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ പ്രകടമായി തന്നെ കാണാം പുറകെ വന്ന ബസ്സിനും പിന്നാലെ മുന്നിൽ ചേർത്ത് ഈ മനഃപൂർവ്വം ഇടിപ്പിക്കുന്നു. ആ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അപകടത്തിൽ ഈ ബുറാഖ് ബസ്സിന്റെ സൈഡ് ബോഡിക്കും സൈഡ് ഗ്ലാസിനും ബോഡിക്കും കൃത്യമായ കേടുപാട് പറ്റുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും ഇത് മനഃപൂർവ്വം ഇടിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നുമുണ്ട്. ഒപ്പം ജീവനക്കാരും യാത്രക്കാരും ഇക്കാര്യത്തിൽ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ വൃദ്ധരായ ഒരു യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ്സിൽ നിന്നും താഴെ വീഴാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് സംഭവത്തിൽ എത്തിയിരുന്നു. ബസ് ഈ ഇടിയേറ്റ ബസ്സിന്റെ ജീവനക്കാരുടെയും മറ്റ് മൊഴി രേഖപ്പെടുത്തി. മറ്റേ ഇടിപ്പിച്ച ബസ്സുമായി ബന്ധപ്പെട്ടും അവർ സംസാരം നടത്തുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മുക്കം പോലീസ് അറിയിച്ചിരിക്കുന്നു. മത്സരമോട്ടമാണ് ഇത്തരത്തിലൊരു ഈ പരസ്പരം ഇടിപ്പിക്കാൻ ഉണ്ടായ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെയും പലപ്പോഴും ഈ പാതയിൽ ഈ ബസ്സുകൾ തമ്മിൽ പരസ്പരം മത്സരോട്ടം നടത്തുന്നത് പതിവാണ്. പലപ്പോഴും ഈ ബസ് സ്റ്റാൻഡിലും മറ്റുമൊക്കെ എത്തി ആ സമയം രേഖപ്പെടുത്തി പഞ്ച് ചെയ്ത ശേഷം പോകണം, അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകൾ പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും നൽകാറുണ്ട്. പക്ഷേ അതൊന്നും റോഡിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറെ വസ്തുത. പരസ്പരം പോർവിളികൾ നടത്തിയാണ് പലപ്പോഴും ഈ ബസ്സുകൾ മത്സര പാച്ചിൽ നടത്തുന്നത്. ഇത് ഈ ബസ്സിലുള്ള യാത്രക്കാരുടെ ജീവന് വലിയ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. ചിലപ്പോഴൊക്കെ ഈ ബസ്സുകൾ കുറുകെ ഇട്ട ശേഷം വഴിയിൽ പരസ്പരം ഇറങ്ങി പോർവിളികൾ നടത്തുകയും പരസ്പരം കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുമൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്തായാലും കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടി ഉണ്ടാവും എന്നാണ് പോലീസ് പറയുന്നത്. സജിത്ത്, കോഴിക്കോടാണ് ബസ്സുകളുടെ മത്സരയോട്ടം ഒരു വലിയ അപകടത്തിന് ഇടവെക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വം ഇത്തരം ഒരു ബസ്സിന്റെ പിന്നിൽ വന്ന് ഇടിപ്പിച്ചു എന്നതാണ് ആരോപണം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.